യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെ, ഇനി ഒരൽപ്പം സുവിശേഷവും ചില കടുകയും ഒക്കെ വേണ്ടി വരും. ഇനി MLA അല്ല, തോറ്റുപോയി. പക്ഷേ അദ്ദേഹത്തെ എടുത്തുയർത്താൻ ഇതാ പുറത്ത് പലരുമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. സാറിനെ വീണ്ടും ആ സംഖ്യ കർത്താവ് എന്നെ എഴുതി കാണിക്കുക. 23,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 23,000-ലധികം 23,000 അല്ല, അതിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊരു വൻ വിജയം, ശത്രുക്കളുടെ മേലൊരു വിജയം. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. സഹോദരങ്ങളെ, ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുത്തത് 18 വയസ്സ് തികയും മുമ്പാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. 18 വയസ്സ് തികയുന്നതിന് മുമ്പേ ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയതായും മോട്ടോർ വാഹന വകുപ്പിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തോറ്റ ശേഷം അതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർഭയം നടപടികളിലേക്ക് കടക്കാം. ക്രമക്കേട് കണ്ടെത്തിയ ലൈസൻസ് റദ്ദാക്കണമെന്നാണ് വ്യവസ്ഥ. ഇത് ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ പല തവണ പലയിടത്തായി പറഞ്ഞുകൊണ്ടേയിരുന്ന കാര്യമാണ്. എന്തായാലും ഇതിൽ വ്യക്തത വരുത്താൻ മോട്ടോർ വാഹന വകുപ്പ് നിയമോപദേശം തേടാനുള്ള നീക്കത്തിലാണ്. തീർന്നില്ല. KB ഗണേഷ് കുമാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിലെ MLA എന്ന പദം അത് നിയമലംഘനമാണ്. ആ വിശേഷണം അതും തെറിക്കും. MLA സ്ഥാനം തെറിച്ചതുപോലെ തന്നെ ലൈസൻസിലെ പേരും തിരിക്കും. വ്യക്തികളുടെ തിരിച്ചറിയൽ രേഖകളിൽ അടിസ്ഥാനമാക്കി വേണം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പേര് ചേർക്കേണ്ടത്. ഇതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് നിഗമനം. MLA പ്രയോഗം നീക്കം ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. മോട്ടോർ വാഹന വകുപ്പിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അമിതമായ മന്ത്രിഭക്തി കാരണം ഗണേഷ് കുമാറിൻ്റെ കൂടെ MLA എന്ന് 2019 മുമ്പ് ചേർത്തതാണത്രേ. ഗണേഷ് കുമാറിൻ്റെ ലൈസൻസ് 2028 ജൂലൈ 10 വരെ അതിന് കാലാവധിയുണ്ട്. എന്നാൽ അദ്ദേഹം ഉൾപ്പെട്ട നിയമസഭയുടെ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ MLA അല്ല, പത്തനാപുരത്തു നിന്നും തോറ്റുപോയി. 2019 ഗണേഷ് കുമാറിൻ്റെ ലൈസൻസിൽ പേരിനൊപ്പം MLA എന്ന പേര് കൂട്ടിച്ചേർത്തത് എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിൽ ഗണേഷ് കുമാറിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് വിശദീകരണം തേടേണ്ടി വരും. അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ആശാൻ പഴയതുപോലെ തോറ്റ ശേഷം ഒരല്പം ഭക്തി മാർഗത്തിലാണ്. എന്ത് ഭക്തി എന്നാൽ നേരത്തെ നിങ്ങൾ കണ്ടു കാണും. മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ഇനിയും പത്തനാപുരത്ത് 5 വർഷത്തിനകം വീണ്ടും ജയിച്ചു കയറാമെന്നാണ് ഗണേഷ് കുമാറിന് സുവിശേഷക്കാർ നൽകിയിരിക്കുന്ന ഉപദേശം. എന്തായാലും രാജിവെച്ച് വീട്ടിലിരിക്കുന്ന KB ഗണേഷ് കുമാറിൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഇപ്പോൾ സുവിശേഷ പ്രസംഗകരുടെ തിരക്കാണ്. കാരണം ഞങ്ങൾ സൗഖ്യപ്പെടുത്തി തരാം എന്നാണ് അവർ പറയുന്നത്.